എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബിൻ, ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക്കിലെ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. അപ്പോൾ നമ്മളിന്ന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതായത് 4 മൊഡ്യൂളാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും എളുപ്പമെന്നും കുട്ടികൾ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യത കാണുന്ന ഒരു മൊഡ്യൂളാണ് രണ്ടാമത്തെ മൊഡ്യൂൾ. അതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. രണ്ടാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ ഒരു മാർക്ക് പോലും ചോർന്നു പോവില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഡെഫിനേഷൻ കാര്യങ്ങൾ, നമുക്ക് എക്സാം ഓറിയന്റഡ് പഠിക്കുമ്പോൾ ഡെഫിനേഷൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും എന്താണത് എന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഡെഫിനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഡിറ്റർമിനന്റ് എന്താണെന്ന് അറിയണമെങ്കിൽ മെട്രിക്സ് എന്താണെന്ന് അറിയണം. അതുകൊണ്ടാണ് ഇവിടെ മെട്രിക്സിന്റെ കാര്യം ഞാൻ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, മെട്രിക്സ് എന്താണ്? മെട്രിക്സ് ദ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഈസ് കോൾഡ് എ മെട്രിക്സ്. എന്താ റെക്ടാങ്കുലർ അറേ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളിങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം, അല്ലെ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മെട്രിക്സിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബ്രാക്കറ്റിലാണ് മെട്രിക്സ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഒരു വലിയ ബ്രാക്കറ്റിലാണ് മെട്രിക്സ് ഇടേണ്ടത്. ഇതിൽ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റോസും കോളംസുമായിട്ട് നമ്മൾ നമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ അറേഞ്ച് ചെയ്യുന്ന ഈ രീതിയാണ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 5 6 7 എക്സ് സൈൻ എക്സ് 0, അല്ലെ? ഇതിൽ നോക്കൂ, എത്ര റോസ് ഉണ്ട്? റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈനാണ് റോസ് എന്ന് പറയാം, വെർട്ടിക്കൽ ലൈൻസിനാണ് നമ്മൾ കോളംസ് എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇതിൽ റോസ് എത്ര ഉണ്ട്? 1 2 3, അല്ലെ? അതുപോലെ എത്ര കോളംസ് ഉണ്ട്? 1 2 3, അല്ലെ? 3 റോയും ഉണ്ട്, 3 കോളവും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ പറയും ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഈ 3x3 എന്ന് പറഞ്ഞാൽ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ്, അല്ലെ? ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. അതായത് എ ബി സി എക്സെട്ര, അങ്ങനെയാണ് നമ്മൾ ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു മെട്രിക്സിന് എക്സാമ്പിൾ. ഇതിന്റെ വലതു ഭാഗത്ത് താഴെയാണ് നമ്മൾ എഴുതുന്നത് അതിന്റെ ഓർഡർ ആണ്. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ബൈ, ഇത് വായിക്കേണ്ടത് ബൈ എന്നാണ്, നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഇതില് റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നമ്പറുകളാവാം അല്ലെങ്കിൽ ഫംഗ്ഷൻസുകളാവാം. എക്സ് സൈൻ എക്സ് അങ്ങനത്തെ ഫംഗ്ഷൻസുകളാവാം, അല്ലെങ്കിലോ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ആവാം. എന്തായാലും കുഴപ്പമില്ല. എലമെന്റ്സ്, ഈച്ച് ആൻഡ് എവരി എൻട്രീസ് ഈസ് കോൾഡ് എലമെന്റ്സ്. ആ എലമെന്റ്സ് ഏതായാലും കുഴപ്പമില്ല, ഇറ്റ് ഈസ് കോൾഡ് എ മെട്രിക്സ്. ഇതാണ് മെട്രിക്സ്. അടുത്ത ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എവരി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി അസൈൻഡ് ടു എ പെർട്ടിക്കുലർ നമ്പർ. ദിസ് നമ്പർ ഈസ് നോൺ ആസ് ഡിറ്റർമിനന്റ്. അതായത് എല്ലാ സ്ക്വയർ മെട്രിക്സുകളും നമുക്ക് ഒരു പ്രത്യേക നമ്പറിനോട് അസൈൻ ചെയ്യാൻ പറ്റും, ഒരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റും. ഈ നമ്പറിന്റെ പേരാണ് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇത് സ്ക്വയർ മെട്രിക്സുകൾ മാത്രമേ ഉള്ളൂ. എന്താ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആണ് എന്ത്? സ്ക്വയർ മെട്രിക്സ്. ഇതിൽ നോക്കൂ, 3x3, അടുത്ത 2x2, 5x5, ഇത്തരം മെട്രിക്സിലാണ് സ്ക്വയർ മെട്രിക്സ് എന്നറിയപ്പെടുന്നത്. 2x3, 2 റോസും 3 കോളംസ് ഉള്ളത് എന്തല്ല? സ്ക്വയർ മെട്രിക്സുകളല്ല. അപ്പൊ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഡിറ്റർമിനന്റ് വാല്യൂ. അതാണ് എഴുതിയിരിക്കുന്നത്. ഡിറ്റർമിനന്റ് എന്താണ് ഡിറ്റർമിനന്റ്? എവരി സ്ക്വയർ മെട്രിക്സ് can be assigned to a particular number. This number is known as determinant. It is denoted by determinant A, അല്ലേ? ഇത് വായിക്കുന്നത് മോഡുലസ് A എന്നല്ല, ഡിറ്റർമിനന്റ് A or dict A or delta. ഇത് 3 ഡിറ്റർമിനന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് എന്താ, മെട്രിക്സ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അറിയേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഇതാണ് ഡിറ്റർമിനന്റ് ഓഫ് 2x2 മെട്രിക്സ്. ഈ ഡിറ്റർമിനന്റ് എന്ന ടോപ്പിക്കിൽ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാവുന്ന, ഡിറ്റർമിനന്റ് ഓഫ് 2x2 മെട്രിക്സ്, രണ്ടാമത്തെ ഡിറ്റർമിനന്റ് ഓഫ് 3x3 മെട്രിക്സ്. ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് 2x2 മെട്രിക്സ്. ഇവിടെ മുതൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഒരു 2x2 മെട്രിക്സ് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് എ. ഒരു 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത് അതിൽ എത്ര റോസ് ഉണ്ട്? 2 റോസ് ഉണ്ട്, 2 കോളംസ് ഉണ്ട്. അപ്പൊ 2x2 മെട്രിക്സ്. അതിൽ ഡിറ്റർമിനന്റ് കാണുന്ന വിധം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് എ, അതായത് ഈ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് വാല്യൂ, ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ്, ഇവിടെ 2 കൊളുത്ത് കാണാല്ലേ, ഇങ്ങനെ ഈ ഹൊറിസോണ്ടൽ വരയും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് മെട്രിക്സ്. ഈ വര ഇല്ലാണ്ട് വെറും 2 ഇങ്ങനെ വടി ചാരി വെച്ച, മോഡുലസ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വടി 2 ചാരി വെച്ച പോലെയാണെങ്കിൽ അതിന്റെ പേരാണ് ഡിറ്റർമിനന്റ്. അപ്പൊ ഈ കൊളുത്തുണ്ടെങ്കിൽ മെട്രിക്സ്, കൊളുത്ത് പൊട്ടിച്ചാൽ ഡിറ്റർമിനന്റ്. അങ്ങനെ പഠിച്ചു വെക്കാം. ഇതിന്റെ വാല്യൂ കാണുന്നത്, ഇതിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ വാല്യൂ കാണുന്ന വിധമാണ് ഇവിടെ പറയുന്നത്. ഇതാ ഡിറ്റർമിനന്റ് പറഞ്ഞാല് നോക്കുക, ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് എ ആണ്. എനെ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എ ഡി, പിന്നെ ഒരു മൈനസ് എന്നിടുക. അടുത്ത സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് എ ഡി മൈനസ് ബി സി ഓർ സി ബി. സി ഇൻറ്റു ബി തന്നെയാണ് ബി ഇൻറ്റു സി,
അല്ലെ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. എ ഇൻറ്റു ടി എ ഡി മൈനസ് ബി ഇൻറ്റു സി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ 1 2 3 4 ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ക്രോസ് ചെയ്യുക അല്ലെ. പുതിയ ഫസ്റ്റ് എലമെന്റ് ഏതാ? 1 അല്ലെ. ഈ ക്രോസിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെ. ഈ ക്രോസിംഗ് അല്ല, കാരണം ഇതിൽ 4 ആദ്യത്തെ നമ്പർ ഇവനാണ്. ഇവിടുന്ന് വേണം ക്രോസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ 1 into 4 എത്രയാ? 4. ഒരു ക്രോസിംഗ് കഴിഞ്ഞാൽ മൈനസ് എന്ന് ഇട്ടിട്ട് വേണം അടുത്ത ക്രോസിംഗ് ചെയ്യാൻ. 3 into 2 എത്രയാ? 6. 4 minus 6 എത്രയാ? 4 minus 6 is equal to -2. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാ? -2. ഇനി നമുക്ക് 2/2 ഡിറ്റർമിനന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. പാർട്ട് എയിലാണ് സാധാരണഗതിയിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചു വരാൻ 2 മാർക്കിന്. ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 2/2 ഡിറ്റർമിനന്റ് ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് 3 2 1 4. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ഡിറ്റർമിനന്റ് 3 2 1 4. എങ്ങനെ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നമ്മൾ പറഞ്ഞത് ഇതിൽ ആദ്യത്തെ എലമെന്റ് ഏതാ? 3 ആണോ 2 ആണോ? 3 ആണ് അല്ലെ. ഫസ്റ്റ് എലമെന്റിൽ നിന്ന് വേണം ക്രോസ് മൾട്ടിപ്ലൈ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ 3 into 4 എത്രയാ? 12. ഒരു ക്രോസിംഗ് കഴിഞ്ഞ് എന്തിടണം? മൈനസ് എന്നിട്ട് വേണം അടുത്ത ക്രോസിംഗ് ചെയ്യാൻ. 1 into 2 എത്രയാ? 2. 12 minus 2 എത്രയാ? 10 is the answer. അപ്പൊ ഇതിന്റെ ആൻസർ 10 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതേപോലെ സെയിം പാറ്റേൺ ഒരു ചോദ്യമാണ്. അത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിനുള്ളിൽ വന്നു, എലമെന്റ്സ് ആയി വന്നു എന്ന മാറ്റം മാത്രമേ അതിനുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെന്റ് ഏതാ? സൈൻ തീറ്റ. ഇതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താ? സൈൻ സ്ക്വയർ തീറ്റ. ഒരു ക്രോസിംഗ് കഴിഞ്ഞാൽ മൈനസ് എന്നിടണം. എന്നിട്ട് വേണം അടുത്ത ക്രോസിംഗ് ചെയ്യാൻ. അപ്പൊ അടുത്ത ഏതൊക്കെയാണ്? കോസ് തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ. കോസ് ഇൻറ്റു മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു മൈനസ് പിന്നെയും വന്നു അല്ലെ. കോസ് തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്താ? മൈനസ് കോസ് സ്ക്വയർ തീറ്റ. എന്തുകൊണ്ട് അവിടെ 2 മൈനസ് വരാൻ കാരണം? ഫസ്റ്റ് ഒരു ക്രോസിംഗ് കഴിഞ്ഞാൽ നമ്മൾ മൈനസ് ഇടണം. അതാണ് ഇതിന്റെ നിയമം. ആ മൈനസ് ആണ് ഇത്. അടുത്ത മൈനസ് ഏതാണ്? ഈ 2 എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ കോസ് തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അവിടെ മൈനസ് വന്നു. ഇത് കോസ് സ്ക്വയറിന്റെ സ്വന്തം മൈനസ് ആണ്. 2 മൈനസ് അടുത്തടുത്ത് നമുക്കറിയാം. സൈൻ സ്ക്വയർ തീറ്റ ഒരു മൈനസ് ഇങ്ങനെ വരും, മറ്റേ മൈനസ് ഇങ്ങനെ വരും. അതെന്തായി? പ്ലസ് ആയി. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ. നമ്മൾ പഠിച്ച റിസൾട്ട് ആണ്, നമ്മൾ പഠിച്ചാണ് ട്രിഗ്നോമെട്രിയിൽ പഠിച്ചാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 1 എന്ന് വന്നു. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് കൂടുതൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. 2 സൈഡും ഡിറ്റർമിനന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇതിൽ നിന്ന് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. സോൾവ്. ഇത്രയും സെന്റൻസ് ഇല്ലാണ്ട് സോൾവ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നാലും അതിന്റെ അർത്ഥം എന്താ? സോൾവിന്റെ മീനിങ് എന്താ? മാത്സില് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡിറ്റർമിനന്റ് x സ്ക്വയർ 3 4 1 തന്ന ഇക്വേഷൻ ഫസ്റ്റ് നമ്മളോട് കോപ്പി ചെയ്യാം. 9 4 8 5. ഇനി എന്താ ഈ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെ വിളിച്ചപ്പോ ചില കുട്ടികൾ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എങ്ങനെയാണ്? എക്സ് സ്ക്വയറിന്റെ വാല്യൂ 9 ആണല്ലോ. അപ്പൊ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. therefore എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് എഴുതിയേക്കും. അത് തെറ്റാണ്. ഒരിക്കലും ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യല്ല വേണ്ടേ. അങ്ങനെയാണെങ്കിൽ 3 ഇസ് ഈക്വൽ ടു 4 ആവണ്ടേ. ഒരിക്കലും കറസ്പോണ്ടിങ് എലമെന്റ് ഇക്വേറ്റ് ചെയ്യരുത്. ഇത് എങ്ങനെ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഡിറ്റർമിനന്റിനെ ഇവിടെ നമ്മൾ വാല്യൂ കാണുക, ഈക്വൽ ടു അവിടെ ഡിറ്റർമിനന്റ് വാല്യൂ അവിടെയും കാണുക. എന്നിട്ട് ആ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇതിനെ ക്ലോസ് ചെയ്യാം. എക്സ് സ്ക്വയർ ഇൻറ്റു 1 എത്രയാ? എക്സ് സ്ക്വയർ മൈനസ് ക്രോസിംഗ് കഴിഞ്ഞാൽ മൈനസ് ആണ്. 4 into 3 എത്രയാ? 12 is equal to അപ്പുറത്തെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക. 9 into 5 എത്രയാ? 45 മൈനസ് 8 into 4 എത്രയാണ്? 32. ശരിയല്ലേ? ഇതിൽ എക്സ് സ്ക്വയർ മൈനസ് 12 is equal to 45 മൈനസ് 32 is equal to എത്രയാ? 13. ശരിയല്ലേ? 40 30 തുടച്ച 13. therefore x square is equal to ഇനി x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ മൈനസ് 12 അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ 13 plus 12 x square is equal to 13 plus 12 is equal to 25. x square is equal to 25. therefore x equal to √25 that is equal to 5 എന്ന് എഴുതിയാൽ ആകെ 2 മാർക്കിന് അര മാർക്ക് പോയി. ശ്രദ്ധിക്കുക, അവിടെ മറക്കാതെ നിങ്ങൾ എഴുതണം പ്ലസോ മൈനസ്. കാരണം ഏത് നമ്പർ റൂട്ട് എടുക്കുമ്പോഴും പ്ലസോ മൈനസ് നിർബന്ധം. എക്സ് പോസിറ്റീവ് നെഗറ്റീവ് ഏതും ആവാലോ. അതുകൊണ്ട് ഇതാണ് എന്റെ ആൻസർ. ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ആൻസർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. അടുത്ത നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ 3/3 മാട്രിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോണത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പാർട്ട് ബിയിലും പാർട്ട് സിയിലും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങളായിട്ട് വരുന്നത് 2/2 ആയിരിക്കില്ല, 3/3 ചോദ്യങ്ങളായിരിക്കും. നേരെ ശ്രദ്ധിക്കണം. ഇത് എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിന് പകരം മറ്റൊരു വാക്കാണ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ ഞാൻ ഇടയ്ക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കരുത്. ഒന്നുമില്ല, ഈ മാട്രിക്സിന് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് അതിന്റെ മീനിങ്.
അപ്പൊ ഇതൊരു മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് ആണല്ലോ, കാരണം 3 റോയും ഉണ്ട് 3 കോളം ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് നേരെ ശ്രദ്ധിക്കുന്നത്, ഒരു ടെക്നിക്കാണ്. ഈ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ഈ മൊഡ്യൂളിലെ അവസാനത്തെ ചോദ്യം വരെയും ഈ ഒരു ഐഡിയ നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ മൊഡ്യൂൾ മൊത്തം കയ്യിൽ നിന്ന് പോകും. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഡിറ്റർമിനന്റ് എ, ഈ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ഒരു 3/3 ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു റോയോ കോളമോ ഫിക്സ് ചെയ്യുക, അതായത് നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് റോ വെച്ചിട്ടും സെക്കൻഡ് റോ വെച്ചിട്ടും തേർഡ് റോ വെച്ചിട്ടും നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. മൂന്ന് സ്റ്റെപ്പ് കൂടെ പോവുക, പക്ഷേ ആൻസേഴ്സ് സെയിം ആയിരിക്കും. ഫസ്റ്റ് കോളം വെച്ചിട്ടും സെക്കൻഡ് കോളം വെച്ചിട്ടും തേർഡ് കോളം വെച്ചിട്ടും നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ഏതെങ്കിലും റോ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യണം, അത് വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദ്യം ആയതുകൊണ്ട് ഫസ്റ്റ് റോ വെച്ച് തന്നെ ഞാൻ ചെയ്യാൻ പോവാണ്. നമുക്ക് അങ്ങനെ പഠിക്കാം. മിക്ക ചോദ്യങ്ങളും നമ്മൾ ഫസ്റ്റ് റോ വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതന്നെ പഠിക്കാൻ പോകും. ഫസ്റ്റ് റോ ആദ്യം ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ആരാ, അപ്പൊ അത് ഡിറ്റർമിനന്റ് ആക്കി നമുക്കൊന്ന് മാറ്റി കൊളുത്ത് പൊട്ടിച്ചിട്ട് വെറുതെ 2 വരകൾ സൂചിപ്പിച്ച് ഡിറ്റർമിനന്റ് ഫോമിലേക്ക് തന്നെ മാറ്റാം. 1 2 4 0 2 5 3 1 4. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത് മെട്രിക്സ് ആണ്, ഇത് ഡിറ്റർമിനന്റ്. ഇതിനാണ് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. മെട്രിക്സിന് ഒരിക്കലും വാല്യൂ ഡിറ്റർമിനന്റ് വാല്യൂ ഉള്ളൂ. അപ്പൊ ഇതിലെ ഫസ്റ്റ് റോ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിലെ ഒന്നാമത്തെ ഫസ്റ്റ് റോ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് റോ വെച്ചാൽ ചെയ്യാൻ പോകണം. ഫസ്റ്റ് റോ വെച്ചാൽ ചെയ്യാൻ പോകണം, ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇതിൽ ഒന്നാമത്തെ എലമെന്റ് ഏതാണ്? 1. അപ്പൊ ഞാൻ 1 ഇൻറ്റു എന്ന് എഴുതും. 1 സെലക്ട് 1 എന്ന് എഴുതിയിട്ട് 1 ഇൻറ്റു എന്നൊരു ബ്രാക്കറ്റ് ഇടുക. ഈ ബ്രാക്കറ്റ് മീൻസ് ഇവിടെ എന്താ ഇൻറ്റു ആണ്, എഴുതേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റ് മീനിങ് ഇൻറ്റു എന്ന് തന്നെ അല്ലെ. 1 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ എന്താ ഞാൻ എഴുതേണ്ടത്? ഈ 1 അല്ലെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. അതായത് ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക, ഇത് ഇങ്ങനെ അപ്രത്യക്ഷമാക്കുക. ബാക്കി 4 പേരെ കാണല്ലേ. ഈ 4 പേര് വന്ന എന്താണ്? ഇങ്ങനെ 2/2 ഡിറ്റർമിനന്റ് വന്ന പോലെ 2 5 1 ഫോർമുല പഠിച്ചാണ്. ഇങ്ങനെ 4 പേര് വന്ന എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യാം അല്ലെ. ക്രോസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ ജസ്റ്റ് ക്രോസിംഗ് മാത്രം ചെയ്താൽ മതി. ആ വാല്യൂ ആണ് ഈ ബ്രാക്കറ്റിൽ ഞാൻ എഴുതേണ്ടത്. അപ്പൊ 1 ഇൻറ്റു എന്ന് എഴുതിയിട്ട് 1 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി 4 വരെ ക്രോസ് ചെയ്ത് ബ്രാക്കറ്റ് ഉള്ളിൽ. അപ്പൊ പറയേ 2 ഇൻറ്റു 4 എത്രയാ? 8 മൈനസ് ഒരു ക്രോസിംഗ് കഴിഞ്ഞ് എന്തിടണം? മൈനസ്. അടുത്ത് 1 ഇൻറ്റു 5 എത്രയാ? 5. അപ്പൊ 1 ഇൻറ്റു എന്നുള്ളത് കഴിഞ്ഞു. അടുത്ത ഫസ്റ്റ് റോയിൽ അടുത്ത ആളാരാണ്? 2. അപ്പൊ അടുത്ത് 2 ഇൻറ്റു എന്ന് എഴുതാം ബ്രാക്കറ്റ്. ഇനി ആ ബ്രാക്കറ്റിൽ എന്താ വേണ്ടത്? ഈ 2 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി 4 പേരെ ക്രോസ് ചെയ്തതിനുള്ളിൽ ഇടുക അല്ലെ. 2 ഉൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞതാ ഇതാണ്. 2 ഉൾപ്പെടുന്ന കോളം എന്ന് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ ടി ഷേപ്പിൽ ഇതിങ്ങനെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാക്കുക അല്ലെ. ടി ഷേപ്പിൽ ഡിലീറ്റ് ചെയ്ത് പോയി. ബാക്കി 4 പേരെ കാണാല്ലേ. 0 5 3 4 അല്ലെ. അവന്മാരെ ക്രോസ് ചെയ്യാൻ പറയും. 0 ഇൻറ്റു 4 എത്രയാ? 0 തന്നെ. മൈനസ് ഒരു ക്രോസിംഗ് കഴിഞ്ഞാൽ മൈനസ്. അടുത്ത് 3 ഇൻറ്റു 5 എത്രയാ? 15. അടുത്ത ഫസ്റ്റ് റോയിൽ ഒരാൾ കൂടി ബാക്കിയുണ്ട്. അടുത്ത എന്താ എഴുതേണ്ടത്? 4 ഇൻറ്റു എന്ന് എഴുതാം അല്ലെ. എന്നിട്ട് ഈ 4 ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞിട്ട് ബാക്കിയായി ക്ലോസ് ചെയ്യണം. 4 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ എഴുതേണ്ടത്? 4 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി 4 പേരെ അടയ്ക്കുക. 0 ഇൻറ്റു 1 എത്രയാ? 0 മൈനസ് 3 ഇൻറ്റു 2 എത്രയാണ്? 6 അല്ലെ. 3 ഇൻറ്റു 6. ഇനി ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെ ഇടയിൽ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ശ്രദ്ധിച്ചോ. ഫസ്റ്റ് റോന്റെ ചിഹ്നങ്ങൾ നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് റോന്റെ സൈൻസ് ഏതൊക്കെയാ? ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. നമുക്കിത് എങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ക്യാപ്സുൽ ഫോമിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് പ്ലസും പ്ലസും വരാനുള്ള കാരണം ഡെഫിനിഷൻ കാര്യങ്ങളെന്നല്ല പറയാൻ പോണത്. ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കൊണ്ടുള്ള ടെക്നിക്കാണ് ഇപ്പൊ പറയുന്നത്. ഫസ്റ്റ് റോന്റെ ചിഹ്നങ്ങൾ, ഫസ്റ്റ് റോന്റെ സൈൻസ് ഏതൊക്കെയാണ്? ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. അപ്പൊ ഞാൻ 1 ഇൻറ്റു എന്ന് എഴുതേണ്ട മുൻപിൽ എന്താ? പ്ലസ്. 1 ഇൻറ്റു എന്ന് എഴുതേണ്ട മുൻപിൽ 1ന്റെ മുന്നിൽ എന്തിടണം? പ്ലസ്. പക്ഷെ ഇവിടെ ഫ്രണ്ടിലായതുകൊണ്ട് പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത 2 ഇൻറ്റു എന്ന് എഴുതേണ്ട മുന്നിൽ എന്തിടണം? മൈനസ്. അടുത്ത 4 ഇൻറ്റു എന്ന് എഴുതേണ്ട മുന്നിൽ എന്തിടണം? പ്ലസ്. അപ്പൊ ഇതൊക്കെ സ്റ്റെപ്പായി മാറിയില്ലേ. ഇതെല്ലാം കൂടി നമ്മൾ ചെയ്ത ആൻസർ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ ടോട്ടൽ ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടും. ഇനി നമുക്ക് ഇത് ചെയ്ത ആൻസർ ആക്കി വേണ്ട പണി മാത്രമേ ഉള്ളൂ. നോക്കുക, 1 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. 8 മൈനസ് 5 3 മൈനസ് 2 ഇൻറ്റു 0 മൈനസ് 15 മൈനസ് 15 പ്ലസ് 4 ഇൻറ്റു 0 മൈനസ് 6 എത്രയാണ്? മൈനസ് 6 അല്ലെ. ഇനി 1 ഇൻറ്റു 3 എത്രയാ? 3 മൈനസ് 2 ഇൻറ്റു മൈനസ് 15 മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. 2 ഇൻറ്റു 15 എത്രയാ? 30. അടുത്ത പ്ലസ് 4 ഇൻറ്റു മൈനസ് 16 4 ഇൻറ്റു 6 24 ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. അപ്പൊ പ്ലസ് 4 ഇൻറ്റു മൈനസ് 6 മൈനസ് 24. ഓക്കെ, ഇനി ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക. 3 പ്ലസ് 30 33 33 മൈനസ് 24 ഈസ് ഈക്വൽ ടു 9. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഡിറ്റർമിനന്റ് വാല്യൂ എന്താ? 9 ആണ് ഇതിന്റെ ആൻസർ. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ 3/3 ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് മനസ്സിലായോ? ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് റോന്റെ സിമ്പിൾ എന്താ? പ്ലസ് മൈനസ് പ്ലസ്. ഇനി സെക്കൻഡ് റോ വെച്ച് ചെയ്യുന്നെങ്കിൽ ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ് ആയിരിക്കും. തേർഡ് റോ ആണെങ്കിലോ ഇതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പ്ലസ് മൈനസ് പ്ലസ്. അപ്പൊ നമുക്ക് മിക്ക ക്വസ്റ്റ്യൻ ഫസ്റ്റ് റോ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇനി കൂടുതൽ സീറോസ് ഒക്കെ വരുന്ന റോ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് റോ വെച്ച് തന്നെ ചെയ്യുക. അപ്പൊ ഇതിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ ടെക്നിക്ക് എല്ലാവരും പഠിക്കുക. ഇതുപോലെ റാൻഡം എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് വേറെയും കുറെ ചെയ്ത് പഠിക്കാൻ കഴിയും. അങ്ങനെ ഇത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ.
ഇനി 3/3 ഡിറ്റർമിനന്റ് മാത്രമായിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ ചോദിച്ച 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ ഒന്നാമത്തെ ചോദ്യം സോൾവ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സോൾവ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഈ ഡിറ്റർമിനന്റ്, ഈ ഇക്വേഷൻ ഇക്വേഷൻ ആണ്. ലെഫ്റ്റ് സൈഡ് ഡിറ്റർമിനന്റ് ആണ്, റൈറ്റ് സൈഡ് ഒരു നമ്പർ ആണ്, 0 ആണ്. ഈ ഇക്വേഷന് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. 2 3 5 2x 5 3 minus 1 2 is equal to 0. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക മീൻസ് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്യണ്ടേ? ഫസ്റ്റ് റോന്റെ സൈൻസ് ഏതൊക്കെയാ? പ്ലസ് മൈനസ് പ്ലസ് മറന്നു പോയിട്ടില്ല വിചാരിക്കണം. ആദ്യം 2 into എന്ന് എഴുതാം, ബ്രാക്കറ്റ് ഇടുക. എന്താണ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത്? ഈ 2 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത് ബാക്കി 4 എണ്ണം അല്ലെ? 2 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്ത ബാക്കി 4 പേരൊക്കെയാ? x into 2 2x മൈനസ്, ഇത് ഏത് മൈനസാ? ക്രോസിംഗ് കഴിഞ്ഞ ഇടുന്ന മൈനസ്. അടുത്ത മൈനസ് 1 into 5 is minus 5. ഇപ്പൊ 2 മൈനസ് ഇടാൻ കാരണം ഒന്ന് ക്രോസിംഗ് കഴിഞ്ഞ ഇടുന്ന മൈനസ്, അടുത്ത മൈനസ് 1 into 5 is minus 5. അടുത്തത് മൈനസ്, ഏത് മൈനസാ? ആദ്യം പ്ലസ് പിന്നെ മൈനസ് എന്നിട്ട് വേണം 3 into എന്ന് എഴുതാം അല്ലെ? 3 into എന്ന് എഴുതുക, എന്നൊരു ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റ് എന്താ വേണ്ടത്? 3 ഉൾപ്പെടുന്ന റോയും കോളം അങ്ങനെ ടി ഷേപ്പിൽ ഡിലീറ്റ് ചെയ്യുക, ബാക്കി 4 പേര്. 2 into 2 4 മൈനസ് 3 into 5 15. അടുത്തത് പ്ലസ് എഴുതിയിട്ട് വേണം 5 into എന്ന് എഴുതാൻ. 5 into എന്ന് എഴുതുക, 5 ഉൾപ്പെടുന്ന റോയും കോളം കളയുക. 5 ഉൾപ്പെടുന്ന റോയും കോളം പോയി കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെയാ? 2 into minus 1 minus 2 minus 3 into x 3x is equal to റൈറ്റ് സൈഡിൽ എന്തുണ്ട്? 0. ശരിയല്ലേ? ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സിന്റെ വാല്യൂ, ഇക്വേഷൻ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. 2 into 2x മൈനസ് 2 മൈനസ് ഒപ്പം വന്ന എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? ഒരു മൈനസ് എങ്ങനെ വരും, മറ്റേ മൈനസ് എങ്ങനെ വരും? പ്ലസ് എന്നായി അല്ലേ? 2x plus 5 മൈനസ് 3 into ഇതില് 4 minus 15 is minus 11 അല്ലെ? ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയില്ല, കാരണം ഒന്ന് എക്സ് ഉള്ള ടേം ആണ്, എക്സ് ഇല്ലാത്ത ടേം ആണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, അതുകൊണ്ട് ജോയിൻ ചെയ്ത് മൈനസ് 11 എഴുതി. പ്ലസ് 5 into ഇതും അതേപോലെ ജോയിൻ ചെയ്യാൻ കഴിയില്ല, മൈനസ് 2 മൈനസ് 3x അതേപോലെ എഴുതി is equal to 0. ഇനി ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഈ 2 കൊണ്ട് ഈ 2 പേര് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഈ 5 കൊണ്ട് ഈ 2 പേര് മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 into 2x എത്രയാ? 4x പ്ലസ് 2 into 5 10. അടുത്ത മൈനസ് 3 into മൈനസ് 11 എത്രയാ? മൈനസ് 3 into മൈനസ് 11 പ്ലസ് 33. ശരിയല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അടുത്ത് 5 കൊണ്ട് ഈ 2 പേര് മൾട്ടിപ്ലൈ ചെയ്യുക. 5 into മൈനസ് 2 എത്രയാ? മൈനസ് 10. അടുത്ത് 5 into മൈനസ് 3x മൈനസ് 3x മൈനസ് 30 സോറി മൈനസ് 15x is equal to റൈറ്റ് സൈഡിൽ 0 നമ്മൾ മറക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പോരണം അല്ലെ? ഇനി ഇതില് എക്സ് ഉള്ള 2 ടേമുകൾ കാണണമെങ്കിൽ എക്സ് ഉള്ള ടേംസുകൾ ഏതൊക്കെയാ? ഒന്ന് ഇത് 4x, അടുത്ത എക്സ് ഉള്ള ഏതാണ്? എന്താ? മൈനസ് 15x. ഈ 2 പേരെ നമ്മളോട് ജോയിൻ ചെയ്യാം. പിന്നെ കുറെ നമ്പേഴ്സ് ഉണ്ടാവും, വീണ്ടും വേറെ ജോയിൻ ചെയ്യാം. ഒരേപോലത്തെ ടേംസുകൾ ഒരുമിച്ച് എടുക്കുക എന്ന് പറയുന്നതിന് 4x പ്ലസ് 15 അല്ല, ശ്രദ്ധിക്കണം, ഇതിന് സൈൻ മൈനസ് ആണ്. 4x മൈനസ് 15 എത്രയാ? മൈനസ് 11x. 4 15 പോയാൽ മൈനസ് 11. അടുത്തത് ഇതിൽ നമ്പേഴ്സ് ഉണ്ട്, കുറെ നമ്പേഴ്സ്. ഇതിൽ പ്ലസ് 10 മൈനസ് 10 കട്ട് ചെയ്യാം, കാരണം പ്ലസ് 10 മൈനസ് 10 ജോയിൻ ചെയ്താൽ 0 ആണ് അല്ലെ? അത് നമുക്ക് കട്ട് ചെയ്യാം. അടുത്തത് പ്ലസ് 33 is equal to 0 അല്ലെ? അപ്പൊ നമ്പേഴ്സ് ഒക്കെ പാടെ ജോയിൻ ചെയ്തപ്പോൾ 10 കട്ട് ചെയ്ത് പോയി, 33 മാത്രമായി. എക്സ് ജോയിൻ ചെയ്തപ്പോൾ മൈനസ് 11x എന്നായി. ഇനി ഇതൊന്ന് മൈനസ് 11x ഇവിടെ നിൽക്കട്ടെ. ഈ പ്ലസ് 33 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. എത്രയാ? മൈനസ് 33 അല്ലെ? അപ്പുറത്ത് ആരുമില്ല, 0 ആണ്. പ്ലസ് 33 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 33 ആണ്. ഇനി എക്സ് ഇവിടെ നിർത്തിയിട്ട് ഈ ഇൻറ്റു മൈനസ് 11 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ബൈ മൈനസ് 11. ഇതില് 2 മൈനസും തമ്മിൽ തല്ലി ചത്തുപോയി, കാരണം കട്ട് ചെയ്ത് പോയി അല്ലെ? അടുത്തോ 33 by 11 എന്ന് പറഞ്ഞാൽ എത്രയാ? 3. അപ്പൊ x ഈക്വൽ ടു 3. എന്തായിരുന്നു ചോദ്യം? സോൾവ് അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ഈക്വൽ ടു 3. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതില് ഒരു വ്യത്യാസം എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് സൈഡില് ഒരു റിയൽ നമ്പർ ആയിരുന്നു. ഇവിടെ 2 സൈഡ് ഇക്വേഷൻ, 2 സൈഡും എന്താണ്? ഡിറ്റർമിനൻസ് ആണ്. ഇതില് ലെഫ്റ്റ് സൈഡ് 3/3 ഡിറ്റർമിനന്റ് ആണെങ്കിൽ റൈറ്റ് സൈഡ് 2/2 ആ. 2 ടൈപ്പും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഇപ്പോൾ സോൾവ് ചെയ്യാൻ മീൻസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതിലും എക്സ് ഉണ്ട്, അതിലും എക്സ് ഉണ്ട്, ഇതിനെല്ലാം കൂടി നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ചോദ്യങ്ങൾ പകർത്താണ്. 2 1x 3 minus 1 2 1 1 6 is equal to determinant 4x 3 2. ശരിയല്ലേ? എങ്ങനെ 3/3 ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക? നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ 2/2 എക്സ്പാൻഡ് ചെയ്യുക? ജസ്റ്റ് ക്രോസിംഗ്. ഇത് 2 സൈഡ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഇതില് 2 into എന്ന് എഴുതുക അല്ലെ? 2 into എന്ന് എഴുതിയിട്ട് 2 ഉൾപ്പെടുന്ന റോയും കൂടെ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് വരിക? -1 into 6 -6 -1 into 2 2.
അടുത്തത് മൈനസ് 1 ഇൻറ്റു എന്ന് എഴുതുക. 1 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. എങ്ങനെ ഈ മൈനസ് വന്ന് ആദ്യം പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ്, അതാണ് ഫ്രണ്ട്ലി ചിഹ്നങ്ങൾ അല്ലെ. 1 ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി 4 പേര് അതൊക്കെയാ 3 ഇൻറ്റു 6 18 മൈനസ് 1 ഇൻറ്റു 2 എത്രയാ 2. അടുത്ത പ്ലസ് എക്സ് ഇൻറ്റു എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഇടുക. എന്തായാലും എഴുതേണ്ടത് എക്സ് ഉൾപ്പെടുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. 3 ഇൻറ്റു 1 എത്രയാ 3 മൈനസ് 1 ഇൻറ്റു മൈനസ് 1 എത്രയാ -1. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഈസ് ഈക്വൽ ടു അതേപോലെ ഇട്ടു. റൈറ്റ് സൈഡിൽ എന്താ ചെയ്യേണ്ടത്? 2/2 ആയിട്ട് വളരെ എളുപ്പമാണ്, ജസ്റ്റ് ക്രോസിംഗ് അല്ലെ. 4 ഇൻറ്റു 2 എത്രയാ 8 മൈനസ് 3 ഇൻറ്റു എക്സ് എത്രയാ 3x. ഈ ഇക്വേഷൻ നമ്മൾ അൺനോൺ ആയിട്ടുള്ള എക്സിനെ കണ്ടുപിടിക്കണം. അപ്പൊ പറയാം 2 ഇൻറ്റു -6 -2 -6 -2 ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് നമ്പറുകളെ കൂട്ടുക, മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കുക അല്ലെ. നമ്മൾ പഠിച്ചാണ് -6 -2 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണ്ടേ? രണ്ടും കൂടിയുടെ കൂട്ടുക, മൈനസ് ആണ് ഇട്ട് കൊടുക്കുക. -10 -2 എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടിയുടെ കൂട്ടുക, മൈനസ് ഇട്ട് കൊടുക്കുക. ഒരിക്കലും പ്ലസ് എഴുതരുത്, തെറ്റിക്കാൻ സാധ്യത കുറച്ച് പേര്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൈനസുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്ലസ് ആക്കല്ല ചെയ്യേണ്ടത്? ഈ രണ്ടും കൂടിയുടെ കൂട്ടുക, മൈനസ് ആണ് ഇട്ട് കൊടുക്കുക. അപ്പൊ -8. അടുത്ത -1 ഇൻറ്റു 18 -2 എത്രയാ 16 പ്ലസ് എക്സ് ഇൻറ്റു 3 മൈനസ് -1 രണ്ട് മൈനസ് കൂടി ആലോചിച്ച് നോക്ക്, പ്ലസ് ആവും. അപ്പൊ 3 + 1 എത്രയാണ് 4 ഈസ് ഈക്വൽ ടു 8 മൈനസ് 3x. ശരിയല്ലേ? ഇനി ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി എടുക്കുക. 2 ഇൻറ്റു -8 എത്രയാ -16 മൈനസ് 1 ഇൻറ്റു 16 എത്രയാ 16 പ്ലസ് എക്സ് ഇൻറ്റു 4 എത്രയാ 4x ഈസ് ഈക്വൽ ടു 8 മൈനസ് 3x. ഇനി നമുക്ക് കാര്യം ചെയ്യാം, ഇതില് ഈ രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതാം അല്ലെ. -16 എത്രയാ -32 അല്ലെ. രണ്ടും കൂടിയാ കൂട്ടുക, മൈനസ് ആയിട്ട് കൊടുക്കുക അല്ലെ. -2 എങ്ങനെ വന്നാ രണ്ടും കൂടിയാ കൂട്ടുക, മൈനസ് ആയിട്ട് കൊടുക്കുക. അപ്പൊ 16 + 16 -16 എത്രയാ -32 പ്ലസ് 4x ഈസ് ഈക്വൽ ടു 8 മൈനസ് 3x. ഇനി കുറച്ച് എക്സിന്റെ ടേംസ് ലെഫ്റ്റ് സൈഡിലും കുറച്ച് എക്സിന്റെ ടേംസ് റൈറ്റ് സൈഡിലാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ എക്സിന്റെ ആൾക്കാരൊക്കെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാ, നമ്പേഴ്സ് ഒക്കെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണ് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എക്സ് ഒക്കെ ലെഫ്റ്റിലേക്ക് മാറ്റി കൂട്ടുക, നമ്പേഴ്സ് ഒക്കെ റൈറ്റിലേക്ക് തള്ളി പിടിക്കുക അതിനെ പറയാ. അപ്പൊ 4x ഇവിടെ നിൽക്കട്ടെ, -3x ഇങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോ എന്താ ഉണ്ടാവുക +3x എന്നാവും. ഈസ് ഈക്വൽ ടു 8 അപ്പുറത്തുണ്ട്. ഈ -32 അങ്ങോട്ട് പോകുമ്പോ എന്താ ഉണ്ടാവുക +30, കാരണം മൈനസ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് അല്ലെ. 4x + 3x എത്രയാ 7x. 8 + 32 എത്രയാ 40. ഇത് തന്നെ എങ്ങനെ എക്സ് കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു ഈ ഇൻറ്റു 7 അങ്ങോട്ട് പോകുമ്പോൾ എന്താവണം /7 40/7. ഇത് കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പോയിന്റിൽ ഉത്തരാക്കേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഇതിങ്ങനെ തന്നെ ഫ്രാക്ഷൻ ആക്കി നിർത്തിയാൽ മതി. അപ്പൊ എക്സ് ഈക്വൽ ടു എത്രയാണ് 40/7. അതാണ് ഇതിന്റെ ആൻസർ. സോൾവ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിന്റെ വാല്യൂ 40/7. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും നിങ്ങൾ ചെയ്ത് വേണം, ഇത് ഒറ്റവട്ടം കേട്ടുകൊണ്ട് പഠിക്കണമെന്നില്ല. ഇത് തന്നെ വീണ്ടും ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത് പഠിക്കും.